നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണോ എന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അലീന മനുവിനെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ഒറ്ററിങ്ങിന് തന്നെ മനു കോൾ എടുത്തു. എന്താ മനു ഏട്ടാ പെട്ടെന്ന് തന്നെ കോൾ എടുത്തല്ലോ എന്ന് പറഞ്ഞു. ഞാനിവിടെ ഒരാളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആരുടെ കോളിന് വേണ്ടിയിട്ട്? ഒരു സുന്ദരിയുടെ കോളിന് വേണ്ടിയിട്ട്. സുന്ദരിയോ? അതാരാ? എൻ്റെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്ന. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ? എന്നിട്ട് മനുവരൻ എന്നോട് പറഞ്ഞില്ലോ ആളാരാന്ന് ചോദിച്ചു. പിന്നെ ഒന്നും അറിയത്തില്ലാത്ത പോലെ എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു എനിക്കറിയില്ല. അപ്പം നിനക്ക് എന്നോട് സ്നേഹം ഇല്ലല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു സ്നേഹവും പിന്നെ സ്നേഹമൊക്കെ ഉണ്ട്, അതിനൊരു കുറവ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്കിവിടെ അങ്ങനെ തോന്നണ്ടേന്ന് മനു പറഞ്ഞു. അല്ല പണ്ടത്തെ പോലെ ഒന്നും അല്ല മനുവേട്ടൻ ഇപ്പം വിളിക്കാറ് പോലും ഇല്ലോ. ഓ അതോ, നീ അവിടെ സേഫ് അല്ലേ? നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തല്ലേ നീന്ന് ചോദിച്ചു. ഓ അതോ, നീ അവിടെ സേഫാന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്ത. മനുവേട്ട ഇതിനേക്കാൾ സേഫായിരുന്നു ഞാൻ കടപ്പാട്ട് വീട്ടിലെ അച്ഛൻ്റെ അടുത്ത്. മനുവേട്ടൻ അറിയാലോ, അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാമായിരുന്നു. കാരണം ഇവിടുത്തെ അച്ഛൻ്റെ അടുത്ത് ഇവിടുത്തെ പപ്പായുടെ അടുത്ത് എനിക്ക് അത്ര ഇൻറ്റിമസി ഇല്ല. പക്ഷെ കടപ്പാട്ടിലെ അച്ഛൻ അങ്ങനെയല്ല. അച്ഛനും ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇതായിരുന്നു. ശരിയാ, ഇത് അങ്കിളിനോടൊന്ന് പറയണം കേട്ടോ നീ. അതെന്താ? അങ്കിളിന് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞു. ഞാനിത് പറയേണ്ട കാര്യമൊന്നുമില്ല മനുവേട്ടാ, അച്ഛനല്ലാതെ തന്നെ അറിയാം ഞാനും അച്ഛനും തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയല്ലേന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ അത്രയ്ക്ക് ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാകും, നീ ധൈര്യമായിട്ടിരിക്കുക. അല്ല മനുവേട്ടൻ്റെ സുഖമാണോ അവിടെ? എനിക്ക് വലിയ സുഖമൊന്നുമില്ല. പിന്നെ വെറുതെ കള്ളത്തരം പറയരുത്, നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ഒന്ന് പോവും മനുവേട്ടാന്ന് പറഞ്ഞു അലീന. അപ്പോഴേക്കും മനു പറഞ്ഞു അതെ, ഞാൻ കരുതിക്കൊണ്ടിരുന്ന നിന്റെ ലോക്കൽ ഗാർഡിയന് അങ്കിളായിരിക്കുന്ന. പക്ഷെ അല്ലായിരുന്നു കേട്ടോ. പിന്നെയോ ഞാനും അങ്കിളും കൂടെ വന്നാൽ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നേ. പക്ഷേ നിന്റെ ലോക്കൽ ഗാർഡിയൻ ഞാനായിരുന്നു. മനുവേണ്ണോ? പിന്നല്ലാതെ. ഇപ്പൊ പിന്നെ എൻ്റെ ആവശ്യമൊന്നുമില്ലോ. നിനക്ക് സ്വന്തമായിട്ടൊരു പപ്പായുണ്ടല്ലോ, നിന്റെ പപ്പ തന്നെയാണ് നിന്റെ രക്ഷകർത്താവെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു എന്നാലും മനുവേട്ടൻ എടി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ എന്നെ ഇങ്ങനെ ഒന്ന് വിളിക്കണം കേട്ടോ. പിന്നെ വിളിക്കില്ലാത്തൊരാൾ വന്നിരിക്കുന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു എങ്കിൽ ശരി മനുവേട്ടാ, ഞാൻ വെച്ചോട്ടെ, നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. മനുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ അലീനയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് അലീന അങ്ങനെ മൂടിപ്പൊതിച്ച് കിടക്കുന്ന സമയത്ത് കഥയെ മുട്ടുന്ന കേട്ടു. അപ്പോഴേക്കും അലീന പറഞ്ഞു കഥ കുറ്റിയിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് സ്റ്റാലി കയറി വന്നു. ഇതെന്താ നീ നേരത്തെ കയറി കിടന്നോ? ഞാൻ വെറുതെ കയറി കിടന്നാന്ന് പറഞ്ഞു. അല്ല ഉറങ്ങുമായിരുന്നോ? ഉറങ്ങുമൊന്നും അല്ലായിരുന്നു പപ്പാന്ന് പറഞ്ഞു. അങ്ങനെ അലീന എഴുന്നേറ്റു. നിനക്ക് എന്ത് പറ്റി? വല്ലാത്ത ക്ഷീണമാണല്ലോ. ഒന്നുമില്ല, നേരെ ചൊവ്വേ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിച്ചു. എനിക്കിന്നും പ്രശ്നമുള്ള കാര്യമല്ല പപ്പാന്ന് പറഞ്ഞു. അപ്പം നീ എന്നെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ? പപ്പയുടെ മുന്നിൽ ഞാൻ തോറ്റു തരുമല്ലോ. ഞാനിപ്പോൾ എന്തിനാ പപ്പ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കണമെന്ന് ചോദിച്ചു. എന്നാലും നീ നിന്റെ വാശി കളയത്തില്ലല്ലേന്ന് ചോദിച്ചു. എനിക്ക് ആരോടൊരു വാശിയില്ല പപ്പ, വന്ന് ആഹാരം കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു പപ്പായ്ക്ക് വേണ്ടി വേണേ ഇപ്പം ഞാൻ തോറ്റുതരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എപ്പോഴും അങ്ങനെ തോറ്റുതരാൻ വേണ്ടി മാത്രം പറയരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാലി അലീനയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വന്നേ, നമുക്ക് അല്പം സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നേരെ ഡൈനിങ് റൂമിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനയോട് സ്റ്റാലി പറഞ്ഞു മോളെ നീ ഇവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. അലീനയെ നോക്കിയിട്ട് അവിടെ ഇരിക്കുവാണ്. അപ്പോഴേക്കും പൗലോസും ആൻ്റപ്പനും കൂടെ അങ്ങോട്ട് വന്നു. പൗലോസിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അലീനയോട് പറഞ്ഞു മോളെ നീതാ ഇത് കുടിക്ക്, ഇത് കുടിച്ച് നിന്റെ ഉപവാസം അവസാനിപ്പിക്കാനായിട്ട് പറഞ്ഞു. അത് പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ വല്യപ്പച്ചനും കൂടെ വരുവാണെങ്കിൽ അങ്ങനെ ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ? പപ്പ നീ വിളിക്കാൻ പോണ്ട, ആൻ്റപ്പ വിളിക്കാനായിട്ട് പറയണം. ആൻ്റപ്പൻ വിളിക്കാൻ പോയി. ആ സമയത്ത് പൗലോസിനോട് പറഞ്ഞു എടാ പൗലോസേ, ഇതാരാന്ന് നിനക്കറിയാലോ? ഇവളെൻ്റെ മോളാണ്. നീ എന്താടാ മോളുന്നേ? നിനക്കെന്താടാ? ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞാൽ പോരെ? എനിക്കറിയാം സാബെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഇവള് പറയുന്നത് നീ അനുസരിക്കണം. പൗലോസിന്റെ മുഖമൊക്കെ ആപ്പാടെ വിളറി വിളിത്തിരിക്കുകയാണ്. ഇവള് ഫുഡ് ഉണ്ടാക്കണ്ട എന്നു പറഞ്ഞ ഫുഡ് ഉണ്ടാക്കണ്ട, ഇവൾക്ക് ഇഷ്ടമുള്ളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇവള് വേണമെന്ന് പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി, വേണ്ടാന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പോവരുത്. ഇല്ല സാബെന്ന് പറഞ്ഞു. അറിയാലോ ഇവളെൻ്റെ മകളാന്നുള്ള കാര്യം ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവളുടെ പരാതിയും പറഞ്ഞുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. പിന്നെ ഇനിയിപ്പം ഇവളെ ഭരിക്കാനും ചെന്നേക്കരുത്.
നിനക്കിതൊക്കെ സമ്മതമാണേ മാത്രം ഈ വീട്ടിൽ ജോലി തുടർന്നാൽ മതി, അല്ലേ നിനക്ക് പിരിഞ്ഞു പോവാം. നീ കേട്ടോന്ന് ചോദിച്ചു. കേട്ടു സാബ്, എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനം എടുക്കാം. തീരുമാനം ഇപ്പം പറയണം. ഞാനൊരു ആലോചിച്ചിട്ട് മറുപടി പറയാം. ആ മതി, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും പൗലോസ് ചോദിച്ചു, അല്ല സാബേ, ഞാൻ ഇന്ന് വരെ സാബിൻ്റെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, നീ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇത്ര നല്ല ടേസ്റ്റോടുകൂടി വേറെ ആരും എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടില്ല. അതുപോലെ നീ ആഹാരം ഉണ്ടാക്കി തരുന്നത്, അതിലൊന്നും ഞാനൊരു കുറ്റവും പറയണില്ല. പക്ഷെ ചില കാര്യങ്ങൾ അത് നീ അനുസരിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഒടുവിൽ പൗലോസ് അവിടെ നിന്ന് പോയി ഇങ്ങോട്ട്. പൗലോസിന് ഭയങ്കര വിഷമാവുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അലീന താങ്ക് യു പപ്പാന്ന് പറഞ്ഞു. ശരി, താങ്ക് യു ഒക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. നീ കഴിക്കാൻ പറഞ്ഞു, അത് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ കുടിച്ചു. അപ്പോഴേക്ക് സ്റ്റാൻലിയും കൂടെ ആഹാരം കഴിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അലീന പറഞ്ഞു, പപ്പ എന്താ? പപ്പയുടെ കൈയും കൊണ്ട് എന്തേലും ഒന്ന് എടുത്താ? അതൊക്കെ ചീപ്പ് സെന്റിമെന്റ്സ് അല്ല അലീന, അങ്ങനെയൊന്നും ഇല്ല പപ്പ. അപ്പോഴേക്ക് സ്റ്റാൻലി എന്ത് ചെയ്തു, ഒരു മുട്ട ഓംലേറ്റിൻ്റെ ഇത്തിരി എടുത്തിട്ട് അത് ഒരു സ്പൂണിനകത്താക്കി അലീനയ്ക്ക് കൊടുക്കുക. ഇതെന്താ പപ്പ, ഇത് ഇരുമ്പും കൊണ്ടല്ലേ തരുന്നേ, സ്നേഹം കൊണ്ട്, അതാണ് പപ്പായുടെ കൈ വെച്ച് തരാൻ പറഞ്ഞു. ഒടുവിൽ ഇത്തിരി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അലീന വാ വിളിച്ചു കഴിഞ്ഞപ്പം സ്റ്റാലിനെ നോക്കി. ഒടുവിൽ അലീനയുടെ വായിലേക്ക് വെച്ച് കൊടുക്കേണ്ട വന്നു. പിന്നീട് സ്റ്റാലി കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അലീന ഒരു ഇത്തിരി എടുത്തു. ഇത്തിരി എടുത്തിട്ട് സ്റ്റാലിയോട് പറഞ്ഞു, പപ്പ എന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാൻലി ഒരു നിമിഷം നോക്കി, എന്നിട്ട് കൈ മേടിക്കാൻ നോക്കി. പപ്പ വാപ്പ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലിക്ക് വാരി കൊടുക്കണം. സ്റ്റാൻലിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇതുവരെയായിട്ടും വല്യപ്പച്ചൻ വന്നില്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വല്യപ്പച്ചനെ വിളിച്ചോണ്ട് വരാം. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവത് കുടിച്ചാൻ്റെ മുറിയുടെ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും അവത് കുടിച്ചാൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ബാ വല്യപ്പച്ച ആഹാരം കഴിക്കാം. അതെങ്ങനെ ശരിയാവും, നമ്മൾ സമരത്തിലല്ലേ? സമരമൊക്കെ അവസാനിപ്പിച്ചോ? അതേന്നേ സ്റ്റാൻലി പപ്പ എന്താണെങ്കിലും സമരം പിൻവലിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ ജയിച്ചോ? പിന്നല്ലാതെ നമ്മൾ ജയിച്ചു വല്യപ്പച്ചാന്ന് പറഞ്ഞു. ആഹാ കൊള്ളാലോ, അങ്ങനെ ചിന്നമ്മോ നീ ഞാൻ ജയിച്ചല്ലേന്ന് ചോദിച്ചു. പിന്നെ ജയിക്കാതെ പറ്റുമോയെന്ന് ചോദിച്ചു. എനിക്കറിയായിരുന്നു അവൻ എന്താണ് നിന്റെ മുന്നേ മുട്ടുകുത്തുമെന്ന്. അവനിപ്പോഴും ബോധവത ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു. എങ്കിൽ വല്യപ്പച്ചൻ വാ, നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം സ്റ്റാൻലി നടക്കാനായിട്ട് ഇറങ്ങി. വല്യപ്പച്ചനും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. വല്യപ്പച്ചൻ പറഞ്ഞു, എടാ ഇത്തിരി പതുക്കെ പോ, എനിക്ക് നിന്റെ പ്രായമാണോ, ഇത്ര സ്പീഡ് വരാൻ പറ്റില്ല. പിന്നെ വല്യപ്പച്ചൻ്റെ ബോഡി ഇപ്പോഴും നല്ല ഉരുക്കാണല്ലോ. എടാ ഇത്രയും പ്രായമൊക്കെ ഇല്ലേ? അല്ല നിനക്ക് എന്ത് പറ്റി ഇപ്പം ഇങ്ങനെയൊരു തോന്നലുണ്ടാവാനായിട്ട്? ഓ കുറേ നാളായില്ലേ അപ്പച്ച ഇപ്പം എക്സസൈസൊക്കെ ചെയ്തിട്ട്. ഇപ്പം തോന്നുന്നുണ്ട് ചെയ്യണമെന്ന്. രാവിലെ അല്ലെങ്കിൽ എന്നും എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. അതെന്താടാ അങ്ങനെ പെട്ടെന്നൊരു തോന്നല്? എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. എടാ ലാലിച്ച, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നിന്റെ മോളൊരുത്തി വന്നിട്ടില്ലേ, അവള് മിടിക്കുകയെന്ന് പറഞ്ഞു. എന്താ അപ്പച്ച അങ്ങനെ പറഞ്ഞേ? അവൾക്ക് നിന്നെ എന്താണെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം 100% ഉറപ്പാ. ചിലപ്പോൾ അവള് പറഞ്ഞിട്ടായിരിക്കുമല്ലോ നീ ഇപ്പം നടക്കാൻ രാവിലെ ഇറങ്ങിയത്. പിന്നെ അവള് പറഞ്ഞിട്ട് പോലും അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ലേ? ഇല്ല, അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. പപ്പ ഇന്ന് രാവിലെ നടന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ പപ്പയുടെ പ്രായം പകുതിയാവുന്ന. കണ്ടോ, അവള് മർമ്മത്തിൽ തന്നെയല്ലേ കുത്തിയത്. അതാ പറഞ്ഞേ അവളാള് മിടുക്കി പെങ്കൊച്ചാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് തോന്നിയില്ല നിന്റെ പ്രായം ഇത്തിരി കുറയ്ക്കണമെന്ന്. അതാണ് അവൾ എന്താണെങ്കിലും മിടിക്കാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതെ അപ്പച്ച, ഞാൻ അവൾക്ക് ഒരു നേരം ഒന്ന് വിട്ടുകൊടുത്തെന്നുള്ളൂ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴൊന്നും അങ്ങനെ ആയിരിക്കില്ല. പിന്നെ ഇതൊക്കെ നീ പറയും. എടാ അവൾക്കൊരു കാര്യം തീരുമാനിച്ച് അവൾ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം തീരുമാനിച്ചാൽ അവളത് ചെയ്യുക തന്നെ ചെയ്യും. അതിപ്പോൾ ആരൊക്കെ വിചാരിച്ചാലും ശരി, നീയെന്നല്ല ഞാനെന്നല്ല ആര് വിചാരിച്ചാലും അവൾ ചെയ്യുമെന്ന് പറഞ്ഞു. സ്റ്റാലി ഒരു നിമിഷം ഒന്ന് നിന്നു. നീ വലിയ പട്ടാളക്കാരനൊക്കെ ആയിരിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം അവളുണ്ടല്ലോ നിന്നേക്കാളും ഒരു പടി ഉയരത്തിലാണ്. അവളൊരു മേധാവി തന്നെയാണ്. കാരണം അവൾ വിചാരിക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് യുദ്ധം ജയിച്ച് നിന്നെ ജയിപ്പിക്കാൻ സാധിക്കും. കാരണം നിന്റെ കൂടെയുള്ളത് പട്ടാളക്കാർ അത്ര ശരിയായിട്ടുള്ള ആൾക്കാരല്ല. അവരൊക്കെ നിന്നെ താഴേക്ക് വലിച്ചിടാനുള്ളവരാ. ഒരു കാരണവശാലും ജയിക്കാൻ സമ്മതിക്കില്ല. പക്ഷെ അവൾ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ നോക്കി നടത്തി നിന്നെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവൾക്ക് സാധിക്കും. അവൾ അത്തരം ഒരു പെണ്ണാടാ. എനിക്കത് മനസ്സിലായ കാര്യമാണ്. അവൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്നെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും അവൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. അവളുടെ പവർ നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉപദേശമൊക്കെ
സ്റ്റാലിക്ക് കൊടുക്കുവാണ് വല്യപ്പച്ചൻ. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.